അങ്ങനെ ഫൈനലി ആ സിനിമ ഇറങ്ങിയിരിക്കുകയാണ്. സിനിമ എന്താണെന്നല്ലേ? ഭ ഭ ഭ അല്ല ഭ ഭ ഭ എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ ദിലീപിന്റെ ഒരു പുതിയ സിനിമയാണ്. ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം സിനിമയുടെ. അപ്പോൾ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ മാത്രമാണ് ഞാൻ പറയണത്. അത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. ഇത് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമായിരിക്കില്ല. ഓക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ സിനിമ പോയി കാണുക. അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയണത്. ഇപ്പം ഈ സിനിമയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം തന്നെ ഇതിൻ്റെ ഡയറക്ടറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എഴുത്തുകാരെ പറ്റിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പം ഞാൻ സിനിമയിലോട്ട് ഞാൻ വരാം. ഓക്കെ. ഇത് ആദ്യം തന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ദിലീപിനെ കുറിച്ചുള്ള ദിലീപ് കാണിക്കുന്നുണ്ട്, പിന്നെ മോഹൻലാൽ, പിന്നെ വിജയ്, ഇവരെ 3 പേരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ട്രിബ്യൂട്ട് എന്ന രീതിയിലുള്ളൊരു സംഭവം ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട്. അത് നമുക്കൊരു ഇച്ചിരി അത്യാവശ്യം നമുക്കൊരു എനർജി ആക്കാനുള്ള ഒരു സംഭവം അതിൽ നിന്ന് കിട്ടും. ദിലീപ്, മോഹൻലാൽ, വിജയ് ഇവർ 3 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട്. അതിനുശേഷമാണ് കഥയിലോട്ട് പോണത്, സിനിമയിലോട്ട് പോണത്. സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഭയങ്കര പടമാണെന്ന് ചോദിച്ചാൽ ഭയങ്കര പടമല്ല. പിന്നെ ഫസ്റ്റിലെ തന്നെ ഇവർ പറയുന്നുണ്ട് ഇതിൽ ലോജിക്കൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ലോജിക്കായിട്ട് നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ദഹിക്കൂല. ലോജിക്ക് ഇല്ലാണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തമാശ എന്ന് പറയുന്നത്, അതിൽ ഞാൻ സസ്പെൻസ് ഞാൻ പൊട്ടിക്കുന്നില്ല, എന്തായാലും പറയാം. നമ്മൾ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും തമ്മിലുള്ള കുറച്ച് സംഭാഷണങ്ങളൊക്കെ ഉണ്ട്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് ചിരിച്ചു ആ സംഭവങ്ങൾ. അവരുടെ ആ കോമ്പിനേഷൻ സീൻസ് ഒക്കെ നല്ലതായിട്ട് എനിക്ക് വർക്കായി. കഥയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കഥകളൊന്നും ഇല്ല. ഏ ഇത് വലിയൊരു കഥയായിട്ട് കാണാനോ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. ഒരു ലോജിക്ക് ഇല്ലാത്തൊരു സാധനം. അവർ പറയുന്നുണ്ട് ലോജിക്ക് ഇല്ല എന്നുള്ളവർ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ലോജിക്കായിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദഹിക്കൂല, അത്രേ ഉള്ളൂ. പിന്നെ ലാലേട്ടനെ കാണിക്കുന്ന സീനും പിന്നെ ദിലീപിനെ കാണിക്കുന്ന സീനും ഒക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എല്ലാവരെയും ഒരു ഊക്കി വെച്ചുള്ളൊരു സംഭാഷണമാണ് കൊടുത്തിരിക്കുന്നത്, എല്ലാ ആൾക്കാരെയും. ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധ്യാന്, പിന്നെ വിനീത്, ഇവരൊക്കെ അതൊക്കെ ആ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് ഭയങ്കര പടമാണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര പടമല്ല. പക്ഷെ നമുക്ക് ബോറടിക്കുമോ എന്ന് ചോദിച്ചാൽ ബോറടിക്കില്ല. പിന്നെ നമ്മളെ വെടി വെടി പുക, ബോംബ്, ഇതൊക്കെ തന്നെയാണ് കൂടുതലും മാക്സിമം അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെടിവെപ്പ്, ബോംബ്, കുറെ കഥകൾ, ഒരു ഒരു പടക്കക്കഥ എന്ന് വേണേൽ പറയാം. പക്ഷെ ഇത് ബോറ് പടമല്ല. പക്ഷെ ഇത് ഭയങ്കര എക്സൈറ്റ്മെന്റോട് പോയി കാണേണ്ട പടമല്ല. ഒരു ഒരു സാധാരണക്കാരന് 150 130 രൂപ കൊടുത്ത് വൺ ടൈം വാച്ച്, അത്രേ ഉള്ളൂ. വൺ ടൈം വാച്ചിന്റെ ഒരു സംഭവമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ റിവ്യൂ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വൺ ടൈം വാച്ചിനുള്ള ഒരു സാധ്യതയുള്ള സിനിമയാണ്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇതാണ് ഒറിജിനൽ റിവ്യൂ. പിന്നെ ഇനിയുള്ള റിവ്യൂസ് ഒക്കെ ആൾക്കാർ ഇടുന്നുണ്ടാവും. അത് ഓരോ ആൾക്കാരുടെ ഒപ്പീനിയൻ ആണ്. അപ്പൊ അവരുടെ ഒപ്പീനിയനെ മാനിക്കുക. ഓരോ ആൾക്കാർക്ക് ഒരു ആസ്വാദന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവരുടെ രീതികൾ അങ്ങനെ അങ്ങനെ വീഡിയോ വന്നാലും തെറി വിളിക്കാതിരിക്കുക, എന്നെയും തെറി വിളിക്കാതിരിക്കുക. ഇതൊക്കെയാണ് ഇപ്പൊ പറയാനുള്ളത്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഭ ഭ ഭ അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. എൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 10. ഞാൻ റേറ്റിംഗ് കൊടുക്കുന്ന ആളല്ല, എന്നാലും 10ൽ ഞാൻ 7.5 മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത്രയ്ക്കുള്ള സംഭവമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.